SIR-ന്റെ പേരിൽ വീട്ടിലെത്തി കവർച്ച. തിരൂർ വെട്ടിച്ചിറയിലാണ് സ്ത്രീ വേഷത്തിലെത്തിയ യുവാവ് വീട്ടമ്മയുടെ മാല കവർന്നത്. സ്വർണ്ണമാലയും കയ്യിലെ വളയും കവർന്നിരിക്കുന്നു. യുവതിയുടെ കഴുത്തിന് ചവിട്ടുകയും ചെയ്തിട്ടുണ്ട്. കവർച്ച നടന്ന വീട്ടിൽ നിന്ന് സോണൽ കൃഷിയാണ് ഇപ്പോൾ ചേരുന്നത്. സോണൽ, മലപ്പുറത്തെ കവർച്ച കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞെട്ടിക്കുന്ന ഒരു മോഷണത്തിന്റെ വിവരങ്ങളാണ് വരുന്നത്. SIR-ന്റെ പേരിൽ വേഷം മാറി എത്തിയാണ് ഇപ്പോൾ കവർച്ച നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവർ പറയുന്നത് എന്താണ്? എത്രത്തോളം സ്വർണം നഷ്ടമായിട്ടുണ്ട്? ആക്രമണത്തിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിനീത, വളരെ ഗൗരവമുള്ള വിഷയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മലപ്പുറത്തെ ഇത്തരത്തിലുള്ള സ്വർണ്ണ കവർച്ച. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇന്നലെ ഉച്ചയോടെ മോഷ്ടാവ് എത്തി. അതായത് സ്ത്രീവേഷത്തിലെത്തി SIR ഫോമിന്റെ പേര് പറഞ്ഞ് ഈ വീട്ടിൽ സ്ത്രീവേഷത്തിലെത്തി വീട്ടമ്മയെ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വീട്ടമ്മയെ ആക്രമിച്ച 4ഓളം പവൻ വരുന്ന, അതായത് കഴുത്തിലെ മാല, കയ്യിലുണ്ടായിരുന്ന വള എന്നിവ ഉൾപ്പെടെ കവർച്ച ചെയ്യപ്പെട്ടത് ഇന്നലെ ഉച്ചയാണ്. അതുപോലെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന മുതിർന്നവരൊക്കെ പള്ളിയിൽ പോകുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയം തക്കം പാത്ത് തന്നെയാണ് മോഷ്ടാവ് ഈ വീട്ടിലെത്തിയിട്ടുള്ളത്. ഉമ്മ, ഇന്നലെ എന്താണ് സംഭവിക്കുന്നത്? ഉദ്യോഗസ്ഥയാണ് SIR-ന്റെ ഫോമ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ആൾക്ക് SIR ഉണ്ട് അത് എല്ലാവർക്കും വേണമെന്നാണ്. ഞാൻ ഇവിടെ 5 ആൾക്ക് എത്തുകയാണ് കൊടുക്കുന്നത്. അത് കൊടുന്നെത്തുന്നത് ഞാൻ ഒത്തിരി പറഞ്ഞു. പിന്നെ അപ്പം പറഞ്ഞ് ആധാർ വേണമെന്നാണ്. ആധാർ എടുക്കാൻ വേണ്ടി അവർക്ക് പോയി. അപ്പോൾ പറഞ്ഞ് റേഷൻ കാർഡും കൂടി വേണമെന്ന്. അതെടുക്കാൻ പോയപ്പോൾ ഒപ്പം പറഞ്ഞു. അപ്പോൾ അതിൽ വിറ്റിട്ട് അവിടെ ഇട്ടിട്ട് പിന്നെ വായൊക്കെ ആക്കി കൊത്തി ചെറുതിൽ ചവിട്ടിച്ചു അവിടെയൊക്കെ കൊത്തി കൈൻ്റെ എല്ലാം ഒടിച്ച് കൈമത്തെ വളയും ഒരു നെക്ലേസും പൊട്ടിച്ചു. വലിയ രീതിയിൽ ആക്രമിച്ചു അമ്മ. ഞാൻ അടുക്കള ഭാഗത്തു കൂടി ഓടാൻ വേണ്ടി പിടിച്ചു തരും. 2 പ്രാവശ്യം ചെന്നപ്പോൾ അവിടേക്ക് എത്തിയതിൻ്റെ മുന്നേ വലിച്ചു കണ്ട് ഇതിനുള്ളിക്കാനെ കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ 3ാമത്തെ പ്രാവശ്യം ഏതോ കുളത്തിൽ ഞാൻ ഒത്ത് കടന്നു. അതിൽ തുറന്നുങ്ങാണ്ട് പുറത്ത് ചാടിയിട്ട് എല്ലാവരും വിളിച്ചപ്പോൾ നേരത്തുള്ളവരെല്ലാവരും വന്നു. അപ്പോഴേക്ക് ആള് ഓടിപ്പോയിരുന്നു. എൻ്റെ കൂടെ ഇറങ്ങി ഓടി. അമ്മ, ഈ മുഖത്തുള്ള പാടൊക്കെ ഇന്നലെ ഉണ്ടായതാണോ? നമുക്ക് അമ്മയുടെ മുഖത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ വ്യക്തമാവും. കാരണം ആ മുഖത്ത് ചവിട്ടേറ്റ് വലിയ രീതിയിൽ വീങ്ങിയിട്ടുണ്ട്. ഈ കയ്യിന് നല്ലപോലെ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഗൗരവമായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ പ്രദേശത്ത് ഇത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മുൻപ്? പ്രദേശത്ത് ഇത്ര സംഭവങ്ങൾ ഇത് ആദ്യമായിട്ടുണ്ടാവുകയാണ്. അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോലീസിനെ ഈ വീട്ടിൽ വന്ന് പോലീസിനെ വിളിച്ചു. ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ പോലീസ് എത്തി. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഡോഗ് സ്ക്വാഡും അതേപോലെ തന്നെ മറ്റേ സയൻറ്റിഫിക് വിദഗ്ധന്മാർ ഒക്കെ വന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ നല്ല നടപടികളാണ് കാണുന്നത്. അപ്പോൾ ഇനി പ്രതികൾ ആരാന്നുള്ളത് പോലീസാണ് വ്യക്തമാക്കേണ്ടത്. അതാണ് എന്തായാലും ഈ വീട്ടിലേക്ക് ഇതപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. സാറേ, നിലവിൽ ഈ ജില്ലയിൽ പലയിടത്തായിട്ട് ഇത്തരം മോഷണങ്ങൾ പതിവാണ്. ഇവിടെ ഇപ്പോൾ മൃഗീയമായിട്ട് ഉമ്മ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് തുടർ നടപടി? എന്തൊക്കെയാണ് ഈ മോഡസുള്ള ആൾക്കാർ അവരുമായിട്ടാണ് നമ്മൾ ഇനി കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുപോലെ വിവരം കിട്ടുകയാണെങ്കിൽ വിവരം കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷയിലാണ്. പ്രദേശത്ത് CCTV-കൾ ഇല്ലാത്ത വലിയ ആശങ്ക ഉണ്ട്. അതെ, CCTV പ്രദേശത്ത് പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ്. അങ്ങനെ ഒറ്റപ്പെട്ട് വീടുകളിലും തന്നെ ഒറ്റപ്പെട്ടുള്ള സ്ത്രീകളും ഒക്കെ ഉള്ള താമസിക്കുന്ന വീടുകളാണ്. അത് കേന്ദ്രീകരിച്ചിട്ടാണ് ഇവർ ശ്രമങ്ങൾ നടത്തുന്നത്. പല വിവിധ ഇടങ്ങളിൽ ഇതേപോലെ സംഭവങ്ങൾ ഇത്തരത്തിൽ മോഷണം നടക്കുന്നുണ്ട്. പോലീസ് പറയുന്നതും അത് തന്നെയാണ്. ഇപ്പോഴത്തെ SIR-ന്റെ പേരിൽ വീട്ടിൽ വേഷം മാറി എത്തിയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. വീട്ടമ്മയെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സോണൽ കൃഷിയാണ് വിശദാംശങ്ങൾ നൽകിയതായാലും പോലീസ് അന്വേഷണം നടത്തുകയാണ്.